ഫ്രണ്ട്സ്, നോഹയുടെ മുതുമുത്തച്ഛനായ ഈനോക്ക് എഴുതിയ ബുക്കുകളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും ബൈബിളിൽ ചേർക്കപ്പെടാതെ നമുക്ക് കാലങ്ങളോളം നഷ്ടപ്പെട്ട ബുക്കുകളെയാണല്ലോ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ 1-ാം ബുക്കിൻ്റെ 4-ാം ഭാഗമായ ഈനോക്കിൻ്റെ ദർശനങ്ങളിൽ ഈനോക്ക് തൻ്റെ വിവാഹത്തിന് മുമ്പ് കണ്ട 2 ദർശനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ മലയാളം തർജിമ എത്യോപ്യൻ ഭാഷയായ ഗീസിൽ നിന്നുമുള്ള ആദ്യ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. അത് പഴയകാല ഇംഗ്ലീഷിലാണ്. കൂടാതെ ചില ഭാഗങ്ങളില്ലാതെയും അവ ചിതറിക്കിടക്കുകയുമായതിനാൽ ഓൾഡ് ഇംഗ്ലീഷും എനിക്കതിൽ നിന്ന് മനസ്സിലായ വിധം നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയുന്ന വിധം ഒരു വാക്കിന് പോലും വ്യത്യാസം വരാതെ അടുക്കി ഇംഗ്ലീഷിൽ പഴയകാല ഇംഗ്ലീഷിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ചൂണ്ടിക്കാണിക്കുക. ബൈബിളിൽ ഈ ബുക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാൽ ഈ ബുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയുവാൻ പറ്റുന്നതല്ല. അതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അപ്പടി തന്നെ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയതിനാലാണ് പ്രയാസമെങ്കിലും ഞാൻ ആദ്യ വിവർത്തനം തന്നെ തിരഞ്ഞെടുത്തത്. ഈനോക്കിലെ ആദ്യ പുസ്തകങ്ങളായ വാച്ചേഴ്സും പാരബിൾസും നിങ്ങൾ ഇതിനോടകം വായിച്ചു കാണുമല്ലോ. വായിച്ചിട്ടില്ലാത്തവർ അതാദ്യം വായിക്കുക. അതിൻ്റെ ലിങ്ക് അവസാന പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അധ്യായം 83. ഇപ്പോൾ എൻ്റെ മകനായ മെതുശലാമേ, ഞാൻ കണ്ട ദർശനങ്ങളൊക്കെയും വിവരിച്ചു പറഞ്ഞ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ ഒരു ഭാര്യയെ എടുക്കുന്നതിന് മുമ്പ് 2 ദർശനങ്ങൾ കണ്ടു, വ്യത്യസ്തങ്ങളായ 2. ആദ്യത്തേത് എഴുതുവാനുള്ള കല സ്വായത്തമാക്കിയപ്പോഴും, രണ്ടാമത്തേത് നിങ്ങളുടെ അമ്മയെ സ്വീകരിക്കുന്നതിന് മുമ്പും. ഒരു ഭയാനകമായ സ്വപ്നം കണ്ട ഞാൻ അത് സംബന്ധിച്ച് ലോർഡിനോട് പ്രാർത്ഥിച്ചു. 3. എൻ്റെ മുത്തച്ഛനായ മഹലേലിൻ്റെ വീട്ടിൽ കിടക്കുമ്പോഴാണ് ഞാനൊരു ദർശനത്തിൽ സ്വർഗം താഴേക്ക് എറിയപ്പെടുന്നതും അത് നശിക്കുന്നതും അത് വന്ന് ഭൂമിയിൽ പതിക്കുന്നതും കണ്ടത്. സ്വർഗത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്ന 83:3 ഈ വാക്യം ഒരു അന്ത്യകാല പ്രവചനമാണ്. അത് ബൈബിളിലെ അന്ത്യകാല പ്രവചനങ്ങളുമായി യോജിക്കുന്നുവോ എന്നൊന്ന് നമുക്ക് നോക്കാം. ഈ മഹാദർശനം പഴയ നിയമത്തിലെ യെശയ്യാ 34 യോജിക്കുന്നു. അത് നമുക്കൊന്ന് കേൾക്കാം. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും, അതിൻ്റെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിൻ്റെ കായ് വാടിപ്പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. അതുപോലെ പുതിയ നിയമത്തിലെ അവസാന പ്രവചന പുസ്തകമായ വെളിപ്പാട് 6:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും ഇതിനോട് യോജിക്കുന്നവയാണ്. അതിങ്ങനെയാണ്: 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു, അത്തിവൃക്ഷം ശക്തമായ കാറ്റിൽ കുലുങ്ങി മൂപ്പത്താത്ത കായ്കൾ ഉതിർന്നു വീഴുന്നത് പോലെ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ഒരാധിപത്യവും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്ന ഈനോക്കിലൂടെ വെളിപ്പെട്ട സത്യം ഈ പ്രവാചകന്മാരിലൂടെ ദൈവം വീണ്ടും വീണ്ടും വെളിപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് ഭൂമിയുടെ നാശം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. 83:4 സ്വർഗം ഭൂമിയിൽ പതിച്ചപ്പോൾ ഭൂമി ഒരു വലിയ അഗാധത്തിൽ വിഴുങ്ങപ്പെട്ടതും പർവ്വതങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നതും
കുന്നുകൾ ഒന്നിനു മുകളിൽ ഒന്നായി താഴേക്ക് താഴ്ന്നു പോകുന്നതും ഉയരമുള്ള മരങ്ങൾ അവയുടെ വേരുകളാൽ പിളർന്ന് താഴേക്ക് എറിയപ്പെടുന്നതും അഗാധത്തിലേക്ക് താഴ്ത്തപ്പെടുന്നതും ഞാൻ കണ്ടു. 5. ഭൂമി നശിച്ചുപോയി എന്ന് ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ഉച്ചത്തിൽ നിലവിളിച്ചു. ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ അടുക്കൽ കിടക്കുകയായിരുന്നതിനാൽ അദ്ദേഹം എന്നെ ഉണർത്തി എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞത്? എൻ്റെ മകനെ, എന്തിനാണ് നീ ഇങ്ങനെ വിലപിക്കുന്നത്? 7. ഞാൻ കണ്ട ദർശനം മുഴുവൻ ഞാൻ അദ്ദേഹത്തോട് വിവരിച്ചു പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ മകനെ, നീ കണ്ടതൊരു ഭയാനകമായ കാര്യമാണ്. നിന്റെ ആ സ്വപ്ന ദർശനം ഭൂമിയിലെ എല്ലാ പാപങ്ങളുടെയും രഹസ്യവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഭൂമി അഗാധഗർത്തത്തിലേക്ക് മുങ്ങിപ്പോകുകയും പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യും. മകനെ, എല്ലാ കാര്യങ്ങളും യാതൊന്നും തന്നെ നിനക്ക് പ്രയാസകരമല്ല. ഞാൻ നിന്നിൽ നിന്ന് ഒറ്റപ്പെടുകയുമില്ല. നിന്നിൽ നിന്നോ നിന്റെ സാന്നിധ്യത്തിൽ നിന്നോ ഒന്നും മറഞ്ഞിരിപ്പില്ല. ഇപ്പോൾ നീ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. 83:8. ഇപ്പോൾ എൻ്റെ മകനെ, എഴുന്നേറ്റ് മഹത്വത്തിൻ്റെ ലോഡിനോട് കേണപേക്ഷിക്കുക. നീ വിശ്വസ്തനല്ലോ. ഭൂമിയിൽ ഒരു ശേഷിപ്പ് നിനക്കുണ്ടാകട്ടെ. ലോഡ് ഭൂമിയെ മുഴുവൻ തുടച്ചു നീക്കാതിരിക്കട്ടെ. 9. മകനെ, ഇതൊക്കെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരും. ഭൂമിയിൽ വലിയ നാശമുണ്ടാകും. 10. പിന്നെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, യാചിച്ചു. തലമുറയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന എഴുതി. എൻ്റെ മകൻ മെഥുശലാമേ, നിനക്ക് ഞാൻ എല്ലാം കാണിച്ചു തരാം. 11. പിന്നെ ഞാൻ താഴെ പുറത്തേക്ക് പോയി. ആകാശവും കിഴക്ക് സൂര്യൻ ഉദിക്കുന്നതും പടിഞ്ഞാറ് ചന്ദ്രൻ അസ്തമിക്കുന്നതും ചില നക്ഷത്രങ്ങളെയും അപ്പാടെ മുഴുവൻ ഭൂമിയെയും തുടക്കം മുതൽ അവനറിയാവുന്നതെല്ലാം കണ്ടു. അപ്പോൾ ഞാൻ ന്യായവിധിയുടെ ലോഡിനെ വാഴ്ത്തി മഹത്വപ്പെടുത്തി. അധ്യായം 84:1. അതിനുശേഷം വാക്കെൻ്റെ വായിൽ പതിച്ചു. മാംസളമായ നാക്കിലൂടെ എൻ്റെ മൂക്കിലെ ശ്വാസത്തിലും. ദൈവം അത് പുതുതായി ജനിക്കുന്ന ജഡത്തിനായി, അവർ അതിൽ കൂടി സംസാരിക്കാനാകേണ്ടുന്നതിനായി, അതാവശ്യമായതിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതിനായി ദൈവം അവർക്ക് ശ്വാസവും നാവും വായും നൽകിയിരിക്കുന്നു. ഞാൻ നീതിയോടെ എൻ്റെ കൈകൾ ഉയർത്തി സ്വർഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടിയുടെയും പരിശുദ്ധനായ ലോഡിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചു. ഇതിനൊരു വിശദീകരണം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമതായി, അപ്പോൾ വാക്കെൻ്റെ വായിൽ പതിച്ചു എന്നത് ആ സമയത്ത് അസാധാരണമായ എന്തോ ഈനോക്കിന് സംഭവിച്ചുവെന്ന് ഇത് വ്യക്തമാക്കുന്നില്ലേ? രണ്ടാമതായി, പുതുതായി ജനിച്ച ജഡത്തിനായി അത് ഉണ്ടാക്കപ്പെട്ടതാണ് എന്നത്. പക്വതയും തിരഞ്ഞെടുക്കുവാൻ പ്രാപ്തനുമായ ഈനോക്ക് സംസാരിക്കുവാൻ പഠിക്കുന്ന ഒരു നവജാത ശിശു ആയിരുന്നില്ല. അതിനാൽ ഈ വാക്യം ദിവ്യ ഇടപെടലിൻ്റെ ഒരു അഗാധമായ നിമിഷത്തെ അടയാളപ്പെടുത്തുന്നില്ലേ? പെട്ടെന്നുള്ള പവിത്രമായ ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്നതാണത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈനോക്കിനുണ്ടായ ഈ അനുഭവം അന്യഭാഷ വരദാനമോ അതോ അതുല്യമായ ഒരു പ്രവചന ഉണർവിനെയോ അടയാളപ്പെടുത്തുന്നത്? ദൈവിക സംസാരം മനുഷ്യൻ്റെ ശ്വാസത്തിൽ പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വാക്യം നമ്മെ ചിന്തിക്കുവാൻ ക്ഷണിക്കുകയാണ്. ഓ രാജാവായ ലോർഡ്, അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ടവൻ, മഹത്വത്തിൽ മഹാനും ശക്തനും പ്രതാപിയുമായ രാജാവേ, ഭൂമിയിൽ എനിക്കൊരു സന്തതിയെ അവശേഷിപ്പിക്കണമേ. ജഡീകരായ മനുഷ്യരെ മുഴുവനായി തുടച്ചു നീക്കരുതേ, ഭൂമിയെ ശൂന്യമാക്കരുതേ.
എൻ്റെ പ്രാർത്ഥന നിറവേറ്റണമേ. അങ്ങയുടെ ദാസനായ എൻ്റെ പ്രാർത്ഥനയിൽ നിന്നും അങ്ങയുടെ മുഖം മറച്ചു കളയരുതേ. 3. അങ്ങയുടെ രാജകീയ അധികാരവും പ്രതാപവും മഹത്വവും തലമുറയോളം അവരുടെ ശക്തിയായിരിക്കും. എല്ലാ സ്വർഗങ്ങളും അങ്ങയുടെ സിംഹാസനവും മുഴുവൻ ഭൂമിയും എന്നേക്കും അവിടുത്തെ പാദപീഠവുമായിരിക്കും. 84:4 ഇപ്പോൾ അങ്ങയുടെ സ്വർഗത്തിലെ ദൂതന്മാർ അകൃത്യം ചെയ്യുന്നു. മഹത്തായ ന്യായവിധിയുടെ ദിവസം വരെ അങ്ങയുടെ ദൂതന്മാർ മനുഷ്യ ശരീരത്തിൽ വിശ്രമിക്കുന്നു. 5 ഇപ്പോൾ എൻ്റെ ദൈവമേ, ലോർഡ് മഹാരാജാവേ, ഭൂമിയിൽ എനിക്കൊരു സന്തതിയെ അവശേഷിപ്പിക്കണമേ എന്നും മനുഷ്യരെ മുഴുവൻ തുടച്ചു നീക്കരുതേ എന്നും ഭൂമിയെ ശൂന്യമാക്കരുതേ എന്നും അങ്ങനെ എന്നേക്കുമായി നശിപ്പിച്ചു കളയരുതേ എന്നും എൻ്റെ പ്രാർത്ഥന നിറവേറ്റണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോൾ എൻ്റെ ലോർഡ്, അങ്ങയുടെ കോപത്തെ ഉണർത്തിയ ജഡത്തെ മായ്ച്ചു കളഞ്ഞ് നീതിയുടെയും നേരിൻ്റെയും ജഡത്തെ എന്നേക്കുമായി നടയണമേ. എൻ്റെ ലോർഡ്, അങ്ങയുടെ ദാസൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് മുഖം മറച്ചു കളയരുതേ.